السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف المخلوقين وآل كل والصحابة أجمعين أما بعد. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, സത്യവിശ്വാസികളെ, പരിശുദ്ധമായ പെരുന്നാളിന്റെ സുദിനത്തിൽ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട അമൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു, ചെറിയ പെരുന്നാളിന്റെ സുന്നത്ത് നമസ്കാരമാണ്. സുന്നത്ത് നമസ്കാരങ്ങൾ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായതാണ് പെരുന്നാളിന്റെ സുന്നത്ത് നമസ്കാരം. രണ്ട് ആഘോഷങ്ങളാണ് വിശ്വാസികൾക്കുള്ളത്. ഒന്ന് ബലിപെരുന്നാൾ ആഘോഷം അഥവാ ഈദുൽ അദ്ഹ, മറ്റൊന്ന് ഈദുൽ ഫിത്തർ അഥവാ ചെറിയ പെരുന്നാൾ ആഘോഷം. ഈ രണ്ട് ആഘോഷവേളകളിലും രാവിലെ പ്രഭാതത്തിൽ സുബഹി നമസ്കാരം കഴിഞ്ഞ് ഉദയം കഴിഞ്ഞ് 20 മിനിറ്റിന് ശേഷം പരിശുദ്ധമായ നമസ്കാരത്തിന്റെ സമയം ആരംഭിക്കുകയാണ്. 2 റക്അത്ത് ചെറിയ പെരുന്നാളിന്റെ സുന്നത്ത് നമസ്കാരം അല്ലാഹു തആലക്ക് വേണ്ടി ഞാൻ നമസ്കരിക്കുന്നു എന്ന് ഒറ്റയ്ക്ക് നമസ്കരിക്കുന്നവൻ നിയ്യത്ത് ചെയ്യുക. ഇമാമായി നമസ്കരിക്കുന്നവൻ ഞാൻ ഇമാമായി നമസ്കരിക്കുന്നു എന്ന് നിയ്യത്ത് ചെയ്യുക. മൗമായി നമസ്കരിക്കുന്നവൻ ഞാൻ ഇമാമിനോടൊപ്പം നമസ്കരിക്കുന്നു എന്ന് നിയ്യത്ത് ചെയ്തുകൊണ്ട് ചെറിയ പെരുന്നാൾ നമസ്കാരം 2 രീതിയിൽ നിർവഹിക്കാൻ പറ്റുന്നതാണ്. സാധാരണ രീതിയിൽ നമ്മൾ നിസ്കരിക്കുന്നത് പോലെ 2 റക്അത്ത് സുന്നത്ത് നമസ്കാരം ചെറിയ പെരുന്നാളിന്റെ പേരിൽ നിയ്യത്ത് വെച്ച് നമസ്കരിക്കുകയും സലാം വീട്ടുകയും ചെയ്യാം. അതല്ല, ഒന്നാമത്തെ തക്ബീറിന് ശേഷം 7 പ്രാവശ്യം തക്ബീറുകൾ ചൊല്ലിയും രണ്ടാമത്തെ റക്അത്തിലേക്ക് എഴുന്നേറ്റ് വരുന്ന തക്ബീറുകൾ കൂടാതെ 5 പ്രാവശ്യം തക്ബീറുകൾ ചൊല്ലിയും ആ തക്ബീറുകൾക്കിടയിലെല്ലാം സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം എന്ന മഹത്തായ ദിക്റുകൾ ഓരോ പ്രാവശ്യം ചൊല്ലിക്കൊണ്ടും നമസ്കാരം നിർവഹിക്കാവുന്നതാണ്. ഏറ്റവും ശ്രേഷ്ഠമായ രീതി, പരിപൂർണമായ രീതി ഈ പറഞ്ഞതാണ്. അഥവാ തക്ബീറത്തുൽ ഇഹ്റാം കെട്ടിയതിന് ശേഷം 7 പ്രാവശ്യം തക്ബീറുകൾ ആവർത്തിച്ചു കെട്ടുന്നു. ഓരോ തക്ബീറുകൾക്കിടയിലും സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം എന്ന മഹത്തായ ദിക്ർ ചൊല്ലുകയും ആ തക്ബീറുകൾക്കിടയിലെല്ലാം ചൊല്ലുന്ന തക്ബീറുകൾ കൈ ഉയർത്തി കെട്ടുകയും ഓരോ തക്ബീറുകൾ ചൊല്ലിക്കഴിഞ്ഞിട്ടുള്ള ദിക്റുകളും വളരെ പതുക്കെയാക്കുകയും ശബ്ദം താഴ്ത്തുകയും ചെയ്യൽ അനിവാര്യമാണ്. ഇതൊക്കെ സുന്നത്തായ കർമ്മമാണ്. ഈ തക്ബീറുകൾ ഒരു വ്യക്തി ഉപേക്ഷ വെക്കൽ കൊണ്ടോ ആരെങ്കിലും മറന്നുപോകൽ കൊണ്ടോ നമസ്കാരം ഒരിക്കലും അസാധുവാകുന്നതല്ല. അതിന് പ്രത്യേകമായ സുജൂദും പരിശുദ്ധ ദീനിൽ പഠിപ്പിക്കുന്നുമില്ല. സുന്നത്തായ തക്ബീറാണ്. ആ തക്ബീർ ഓർമ്മ വരുന്നവർ അത് കൃത്യമായി കൊണ്ടുവരിക. നമസ്കാരം ഈ രീതിയിൽ രണ്ടാമത്തെ റക്അത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ 5 തക്ബീറുകൾ ആവർത്തിക്കപ്പെടുന്നു. തക്ബീറത്തുൽ ഇഹ്റാം കൂടാതെ അഥവാ നമസ്കാരത്തിലേക്കുള്ള ഇന്തിഖാലിന്റെ തക്ബീർ കൂടാതെ, സുജൂദിൽ നിന്ന് എഴുന്നേറ്റ് വരുന്ന തക്ബീർ കൂടാതെ തന്നെ 5 തക്ബീറുകൾ വീണ്ടും ആവർത്തിക്കുന്നു. ഓരോ തക്ബീറുകൾക്കിടയിലും മേൽപ്പറഞ്ഞ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം എന്ന മഹത്തായ ദിക്ർ ഉരുവിടുകയും ശേഷം ഫാത്തിഹയും സൂറത്ത് ഓതി സാധാരണ രീതിയിൽ നമസ്കരിക്കുന്നത് പോലെ നമസ്കാരം നിർവഹിക്കുക. ഒന്നാമത്തെ റക്അത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം സൂറത്തു സബ്ബിഹിസ്മ റബ്ബിക്കൽ അഅ്ല എന്ന മഹത്തായ അഅ്ല സൂറത്ത് അറിയാവുന്നവർ അത് പരിപൂർണമായി ഓതുക. അറിയാത്തവർ സൂറത്തുൽ കാഫിറൂന പാരായണം ചെയ്യുക. രണ്ടാമത്തെ റക്അത്തിൽ സൂറത്തുൽ ഗാശിയ ഹൽ അതാക ഹദീസുൽ ഗാശിയ എന്ന മഹത്തായ സൂക്തം പാരായണം ചെയ്യുക. അതും അറിയാത്തവർ സൂറത്തുൽ ഇഖ്ലാസ് രണ്ടാമത്തെ റക്അത്തിൽ പാരായണം ചെയ്ത് നമസ്കാരം സാധാരണ രീതിയിൽ നിസ്കരിക്കുന്ന പോലെ നിസ്കരിച്ച് സലാം വീട്ടുക. ഇമാമും ജമാഅത്തുമായി നമസ്കരിക്കൽ വളരെയേറെ ശ്രേഷ്ഠതയുള്ളതാണ്. പുരുഷന്മാർ പള്ളിയിൽ കൃത്യമായി പോയി, പള്ളികൾ സൗകര്യമുള്ള പള്ളികളിൽ പോയി നമസ്കാരം നിർവഹിക്കൽ അനിവാര്യമാണ്. സ്ത്രീകൾ അവരും ഈ നമസ്കാരം ഉപേക്ഷ വെക്കരുത്. കൃത്യമായി അവരും ഈ നമസ്കാരം നിർവഹിക്കുക. കാരണം സുന്നത്തായ നമസ്കാരങ്ങൾ വെച്ച് ഏറ്റവും പവിത്രമായ നമസ്കാരമാണ് ചെറിയ പെരുന്നാൾ നമസ്കാരം. സാധാരണ രീതിയിൽ സഹോദരിമാരാരും തന്നെ ഈ വിഷയത്തിൽ ശ്രദ്ധ പതിപ്പിക്കാറില്ല. പലരും അശ്രദ്ധ പതിപ്പിക്കുന്ന ഒരു അമലാണിത്. വലിയ പുണ്യം കിട്ടുന്ന സൽക്രമമാണ്. പെരുന്നാളിന്റെ സുദിനത്തിൽ നമ്മൾ പുതുവസ്ത്രം അണിയുന്നുണ്ട്, അത്തർ പൂശുന്നുണ്ട്, കുടുംബബന്ധം ചേർക്കുന്നുണ്ട്. സ്നേഹ സൗഹാർദ്ദത്തിന് വലിയ വില കൽപ്പിക്കുന്നതാകുന്ന സമയവും സന്ദർഭമാണ്. ഭക്ഷണപാനീയങ്ങൾ കഴിച്ചുകൊണ്ട് സന്തോഷത്തോടുകൂടി കൂടുന്ന സമയമാണ്.
പക്ഷെ ഇതെല്ലാത്തിനും ഉപരി അന്നത്തെ ഏറ്റവും വലിയ അമലാകുന്ന പെരുന്നാൾ നമസ്കാരം അശ്രദ്ധ പതിപ്പിക്കാതിരിക്കുക. വിശ്വാസ സമൂഹം ഒന്നടങ്കം ആ കാര്യത്തിൽ ശ്രദ്ധ പതിപ്പിക്കുക. തക്ബീറിലായി കഴിഞ്ഞുകൂടുക. ഷവ്വാലിന്റെ പിറ കണ്ടത് മുതൽക്ക് ഇമാമിന് ഒന്നാമത്തെ തക്ബീർ കിട്ടുന്നതോടെ, അഥവാ തക്ബീറത്തുൽ ഇഹ്റാം അവ്വൽ തക്ബീറിനാണ് ഒന്നാമത്തെ തക്ബീർ എന്ന് പറയുക. ആ തക്ബീർ വരെയാണ് ചെറിയ പെരുന്നാൾ സുദിനത്തിലെ തക്ബീറിന്റെ സമയം. ആ സമയം വരെ എല്ലാവരും തക്ബീർ ശ്രദ്ധിക്കുക. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ് എന്ന മഹത്തായ തക്ബീറിന്റെ ധ്വനി അന്തരീക്ഷത്തിൽ മുഖരിതമാക്കാൻ എല്ലാവരും ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമസ്കാരം ചുട്ടുവെക്കുന്ന സാലിഹീങ്ങൾ നമ്മളെ ചേർത്ത് അനുഗ്രഹിക്കട്ടെ. വാഖിറു ദഅവതി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.